ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ ട്രംപിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് ബഹ്റൈൻ. ലെബനനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ ബഹ്റൈൻ രാജ്യം സ്വാഗതം ചെയ്തു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്ക നടത്തിയ നയതന്ത്ര മധ്യസ്ഥതയെയും പ്രസിഡന്റ് ട്രംപിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളെയും ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചു. സുസ്ഥിരമായ സമാധാനം ലക്ഷ്യമാക്കി നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ലെബനൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഔൺ സ്വീകരിച്ച നടപടികളെ ബഹ്റൈൻ അഭിനന്ദിക്കുകയും ചെയ്തു. ലെബനന്റെ സുരക്ഷ, ഐക്യം, പരമാധികാരം എന്നിവ സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടിൽ ബഹ്റൈൻ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ സായുധശേഷി പൂർണ്ണമായും ഔദ്യോഗിക ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നത് ലെബനന്റെ സുസ്ഥിരതയ്ക്ക് അനിവാര്യമാണെന്ന് ബഹ്റൈൻ ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701 തായിഫ് കരാറിന്റെ വ്യവസ്ഥകളും പൂർണ്ണമായി നടപ്പിലാക്കുന്നതിലൂടെ മാത്രമേ ശാശ്വത സമാധാനം സാധ്യമാകൂ എന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് ലെബനനിലെ ഭരണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും അധികാരം വ്യാപിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നും ബഹ്റൈൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇത്തരം സമാധാന ശ്രമങ്ങൾ ലെബനന്റെ സമൃദ്ധിക്കും മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്കും മുതൽക്കൂട്ടാകുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അതീവ സന്തുഷ്ടനാണെന്നും അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ചരിത്രപരമാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സമാധാന ശ്രമങ്ങളുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനയിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിലൂടെ നിർണായകമായ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ സംയുക്ത ആക്രമണത്തെ തുടർന്നാണ് ഹോർമുസ് കടലിടുക്കിൽ പ്രതിസന്ധി ആരംഭിച്ചത്. ഇറാന്റെ നടപടികൾ ആഗോള ഊർജ്ജ വിപണിയെ സ്തംഭിപ്പിച്ചിരുന്നു. 2 ആഴ്ചയായി വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് ശാശ്വതമായി തുറക്കുന്നതിനോട് ചൈന അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനിലേക്ക് ആയുധങ്ങൾ അയക്കില്ലെന്ന് ചൈന സമ്മതിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് താൻ പ്രസിഡന്റ് ഷീക്ക് കത്തെഴുതിയിരുന്നുവെന്നും ട്രംപ് വെളിപ്പെടുത്തി. വരാനിരിക്കുന്ന ചൈനീസ് സന്ദർശനത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെട്ടതാണെങ്കിലും അമേരിക്കയുടെ സൈനിക കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങൾ സമർത്ഥമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, പക്ഷേ ആവശ്യമെങ്കിൽ പോരാടുന്നതിൽ മറ്റാരേക്കാളും മിടുക്കരാണ് ഞങ്ങളെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. നേരത്തെ പ്രതിദിനം 130-ലധികം കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ പാതയിൽ നിലവിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ഗതാഗതം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.